നമുക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ആഴ്ചകളിൽ നല്ലൊരു കഥയായിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നല്ല ഇടിവെട്ട് പണി തന്നെയാണ് ആന്റണിക്ക് കിട്ടിയത്. ആന്റണി വെറുതെ പോയി രേവതിയെ ചൊറിഞ്ഞു വാങ്ങിച്ചാണ്. രണ്ട് കാരണത്തും മാറി മാറിയാണ് രേവതി തല്ലുകൊടുത്തത്. അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച ആൾക്കാരൊക്കെ നോക്കി നിൽക്കുമായിരുന്നല്ലോ. ഒരു പെണ്ണാണിനെ തല്ലുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അത്ര അജാനുബാഹുവായ ആന്റണിയെ തല്ലുകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്ക് അത്ര മനക്കരുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒടുവില് നാണം കെട്ടാണ് ആന്റണി പോകുന്നത്. ആന്റണിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. പോകുന്ന സമയത്ത് ആന്റണി തന്റെ കൂട്ടുകാരന്മാരോട് പറഞ്ഞു നേരെ വണ്ടി ബാറിലേക്ക് വിടാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോയിരുന്ന് മദ്യപിക്കണ സമയത്ത് ആന്റണി പറഞ്ഞു എനിക്ക് വേണം അവളെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവളുടെ ശക്തി എന്ന് പറഞ്ഞ അവനാണ് ആ സച്ചി. അവന്റെ ബലത്തിലാണ് അവള് കിടന്ന് കളിക്കുന്നത്. എനിക്കിത് വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. മുമ്പ് എന്റെ കയ്യിൽ നിന്ന് വഴുതി പോയവളാ. ഇനി അവളെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൂട്ടുകാരന്മാര് പറഞ്ഞു എടാ നീ പേടിക്കണ്ട. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുന്ന അവനിട്ട് കൊടുക്കണം, ആ സച്ചിക്കിട്ട്. അങ്ങനെ കൊടുത്തിട്ട് കാര്യമുള്ളെന്ന് പറഞ്ഞു. ശരി എങ്കിൽ അങ്ങനെ ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. ഈ സമയം സച്ചിക്ക് ആ ടെൻഷനായി. രേവതി തമാശ രൂപേണയാണ് ആന്റണിയുടെ കാര്യം പറഞ്ഞിട്ട് പോയത്. പെട്ടെന്ന് സച്ചി രേവതിയുടെ പിന്നാലെ എല്ലുവാണ്. എടി നീ പറഞ്ഞ് ശരിയാണോ? നീ ആന്റണിക്കിട്ട് തല്ലു കൊടുത്തോ? ആന്താ സച്ചിയേട്ടാ എനിക്ക് കൊടുക്കാൻ പറ്റില്ലേ? ആന്താ എനിക്ക് കൈ കരുതില്ലേ? അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. അവൻ എന്നെ ഒന്ന് ചൊറിഞ്ഞു. ഞാൻ തിരിച്ചവന്റെ നല്ല മാന്ത് കൊടുക്കുകയും ചെയ്തു. ഇനി അവന് എന്നെ ശല്യപ്പെടുത്താൻ വരില്ല. ഇതേ സൂക്ഷിക്കണം. അവനാൾ അപകടകാരിയാണ് അറിയാലോ. എന്ത് വന്നാലും എനിക്ക് നോക്കാൻ സച്ചേട്ടനുണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാ പേടിക്കണേ? എനിക്ക് ആ കാര്യം ഓർത്തിട്ട് ഒരു സങ്കടം ഇല്ലാന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാ. പിന്നെ ഉണ്ടല്ലോ അവസാനം അവന്റെ കയ്യെ കയറി പിടിച്ചു കഴിഞ്ഞപ്പോ അവിടെ ചുടുകട്ട ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്തു. അവ ശരിക്കും ഭയന്നു പോയി. എല്ലാവരുടെ മുന്നിൽ ശരിക്കും നാണം കെട്ടാ പോയത്. രേവതി അത് പറഞ്ഞു കഴിഞ്ഞപ്പോ സച്ചിക്കൊരു കാര്യം മനസ്സിലായി. അവൻ എന്താണെങ്കിലും വെറുതെ ഇരിക്കില്ല. അവന് പ്രതികാരം ചെയ്യാനായിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. തന്റെ ഭാര്യ എങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ താൻ ജീവനോടെ വെക്കില്ല എന്നൊരു ചിന്തയായിരുന്നു സച്ചിയുടെ മനസ്സിൽ. ഇതേ സമയത്ത് ശ്രുതിയുടെ സമനില തെറ്റിട്ടുണ്ടായിരുന്നു. ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ആ വീട്ടിൽ കയറി പറ്റാന്ന് വിചാരിച്ച ആ പ്രതീക്ഷയും പോയി. ഭാമ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ചന്ദ്രമതിയെ വിളിക്കുന്നത്. ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വന്നോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ചന്ദ്രമതി നല്ല ചീത്തയാണ് ഫോണിൽ കൂടെ ഭാമയെ പറയുന്നത്. അപ്പോഴേക്കും ഭാമ ചോദിച്ചു എന്താ ചന്ദ്ര കാര്യം എന്താന്ന് ചോദിച്ചു. നിനക്ക് കാര്യം അറിയില്ലല്ലേ? നീ എന്താ പറഞ്ഞത്? ശ്രുതി പ്രഗ്നന്റ് ആണ്. അതും പറഞ്ഞ് ഇവിടെ ഒന്ന് ലഡുവിതർണമൊക്കെ നടത്തിയായിരുന്നല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവള് പ്രഗ്നന്റും അല്ല ഒന്നുമല്ല. അവൾ ഇതിലേക്കാളും വലിയ തന്ത്രം പ്രയോഗിക്കുന്നവളാന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ കള്ളത്തരം ഞാൻ പൊളിച്ച് കൈ കൊടുത്തേ. അവള് ഗർഭിണിയല്ലേ? അവള് ഗർഭിണി. നീ അല്ലേ ഭാമ അതൊക്കെ വിശ്വസിക്കുള്ളൂ. അല്ല നിനക്ക് എങ്ങനെ മനസ്സിലായി? അവളെ കൂട്ടിക്കൊണ്ടു വരാൻ പോയ ഞാൻ നേരെ അവളെ ഹോസ്പിറ്റലിലേക്കാണ് ഉണ്ടായത്. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടതും ഭാമ ദൈവമേ അവൾ എന്നാലും ഇത്രയും വലിയൊരു ചതി ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭാമേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവള് ലോക ഊടായിപ്പാന്ന്. അവൾ ഇതിലപ്പുറം അഭ്യാസം എടുത്തോണ്ട് വരും. ഇനി ഇങ്ങനെ എന്തേലും പറഞ്ഞ് നിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവളെ ആട്ടി അകറ്റിക്കണം. 7 അയലക്കത്ത് പോലും അടുപ്പിച്ചേക്കരുത്. ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഭാമന് ശ്രുതിയെ ഫോൺ വിളിക്കുകയാണ്. ഭാമയുടെ കോള് കണ്ടപ്പോൾ തന്നെ ശ്രുതിക്ക് മനസ്സിലായി കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. അങ്ങനെ കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഭാമ പറഞ്ഞു എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു ശ്രുതി. നീയാ ഞാൻ എത്ര സന്തോഷത്തോട് കൂടിയിട്ടാന്നറിയാം പോയി ലഡു വിതരണമൊക്കെ നടത്തിയത്. ഒടുവില് ഞാൻ കള്ളിയായില്ലേ? ആന്റി ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട. ഇനി ഈ വീടിനകത്തേക്ക് പോലും നീ കാല് കുത്തിയേക്കരുത്. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നീ എന്നെ അമ്മയെ പോലെ കാണുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മമാരോട് കള്ളം പറയില്ലല്ലോ മക്കള്. അത് ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ കള്ളത്തരം പറയുന്ന നിസ്സാര കാര്യം. പക്ഷെ പ്രഗ്നന്റ് ആണെന്നൊക്കെ കള്ളത്തരം പറഞ്ഞ് എന്നാലും നീ ഇത്രയ്ക്ക് അധപതിച്ചു പോയല്ലോ ശ്രുതി. ഇനി നിനക്ക് അവിടെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ജന്മത്തിൽ കയറാൻ പറ്റില്ല. ചന്ദ്രയുടെ സ്വഭാവം നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ. നിന്റെ അവസാന കച്ചിത്തുരുമ്പ് നഷ്ടമായല്ലോ. നീ തന്നെ നിന്റെ ജീവിതം തല്ലിക്കെടുത്തിയത്. ഇനി ഇതും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. കോള് കട്ട് ചെയ്ത് ഭാമ ഫോണും പിടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതിരിക്കുന്ന ശ്രുതിയുടെ അടുത്തേക്ക് മീര വന്നിട്ട് ചോദിച്ചു എന്താ ഭാമാന്റിയെ വിളിച്ചേ? ഭാമാന്റി എന്നോട് ദേഷ്യപ്പെടുക. പിന്നെ ദേഷ്യപ്പെടാതെ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇതൊക്കെ വേണോന്ന്. വെറുതെ നാണക്കേടായില്ലേ? എന്തിനാ ഇതിന്റെ പിന്നാലെ പോകാൻ പോയത്? ഇതിപ്പോ അവിടേക്ക് കയറി പോകാനുള്ള അവസാന ചാൻസ് നഷ്ടമായി. ശ്രുതിക്ക് നിന്നോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇതോടുകൂടി ആ ഇഷ്ടവും പോയി കാണും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ഏതൊരു ഭർത്താവ് ആഗ്രഹിക്കുന്ന തൻ്റെ ഒരു കുഞ്ഞിനെ ആ സമയത്താണ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അത് ഒട്ടും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല ശ്രുതിക്ക്. ഇനിയിപ്പോ ശ്രുതി നിന്നെ അങ്ങോട്ട് വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ശ്രുതിക്ക് മനസ്സിലായി തന്നെ വിളിക്കാൻ പോകുന്നില്ല. പക്ഷെ അതങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. 1-2 ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കടന്നു പോവുകയാണ്. ഈ സമയം വർഷ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള സെർച്ചിങ്ങിലായിരുന്നു. പക്ഷെ രേവതി അമ്മനും വില്ലിനും അടുത്തില്ല. കാരണം വർഷയുടെ എല്ലാ കാര്യങ്ങളും രേവതി തന്നെ നോക്കുന്നേ. അതുകൊണ്ട് വർഷയ്ക്ക് ഒന്നിനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട് വർഷയ്ക്കുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റണം. പുറത്തിറങ്ങിയാലേ കാര്യമുള്ളൂ. ഇപ്പൊ വർഷ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ ഇരിക്കുക, റെസ്റ്റും കാര്യങ്ങളും ആണല്ലോ. അങ്ങനെ രേവതി ചേച്ചി കണ്ണു വെട്ടിച്ച പോലെ തനിക്ക് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂന്ന് വർഷയ്ക്ക് മനസ്സിലായി. അതിന് എന്തേലും ഒരു തന്ത്രം വരയണം എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അതേ സമയത്ത് ശ്രുതി ഷോപ്പിലേക്ക് ചെല്ലുവാണ്. ശ്രുതി ഷോപ്പിലേക്ക് ചെല്ലുവാണ് ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ശ്രുതി അങ്ങോട്ട് പാഞ്ഞു. എന്താ നിനക്ക് ഇവിടെ കാര്യം? അല്ല ശ്രുതി, എനിക്ക് അല്പം സംസാരിക്കാണ്ട്. ദേ വെറുതെ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കടന്നു പോകാൻ നോക്ക്. ഇതെന്റെ ഷോപ്പാണ്. ശ്രുതി, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എനിക്ക് നിന്നോടൊപ്പം വേണ്ട. നീ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ അമ്മയോട് പോലും പറഞ്ഞു ശ്രുതി നല്ലവളാണ്, അവൾക്കൊരു അബദ്ധം പറ്റിയതാണ്. എന്നിട്ട് വീണ്ടും നീ എന്നെ ചതിച്ചു. ഇതെനിക്ക് പൊറുക്കാൻ പറ്റുന്നല്ല. കൂടുതൽ സംസാരിക്കാമല്ല, മര്യാദയ്ക്ക് പോകാൻ നോക്ക്. ഇവിടെ കസ്റ്റമേഴ്സൊക്കെ ഉള്ള സമയമാണ്. എനിക്ക് നിന്റെ ഒളിപ്പിരുന്ന് കേൾക്കണ്ട, കടന്നു പോയിക്കോണം അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പെട്ടെന്ന് അങ്ങോട്ട് പോയി. ശ്രുതിക്ക് മനസ്സിലായി പെട്ടെന്നൊന്നും അവൻ അലിയില്ല. ഇതിനെല്ലാം കാരണം സച്ചിയാണ്. സച്ചിയും കൂടെ ചേർന്നിട്ടാണ് തനിക്കിട്ട് പാര പണിതേക്കുന്നൊരു ചിന്ത സച്ചിയോട് ദേഷ്യം ഇരട്ടിക്കുകയോ ചെയ്തേ. അങ്ങനെ അന്ന് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. അത് ആന്റണിയുടെ കോളായിരുന്നു. ആന്റണി, ഇവനെന്തിനെ പോലും തന്നെ വിളിക്കുന്നേ? അങ്ങനെ ആന്റണി വിളിച്ചിട്ട് പറഞ്ഞു, ശ്രുതി നീ എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു. എന്ത്? അതെ, ആ സച്ചിയുടെ കാറിന്റെ കീ എനിക്കൊന്ന് എടുത്തു തരണം. അപ്പൊ ആന്റണിയുടെ വിചാരം എവിടെയാ? ശ്രുതി വീട്ടിലാണ് എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയണേ. കാറിന്റെ കീയോ? അതെ, എനിക്ക് ആ സച്ചിയുടെ കാറിന്റെ കീ ഒന്ന് വേണം. എന്തിനാ? അതെ, അവന്റെ ഭാര്യ എനിക്കിട്ടൊന്ന് പണി തന്നു. അപ്പൊ അവന്റെ അഹങ്കാരം അവനാണ്. അപ്പൊ അവന്റെ കാറിന്റെ ബ്രേക്ക് അടിച്ചു വിട്ട് അവനെ ഞാൻ തീർക്കാൻ പോവാ. അങ്ങനെ അവൻ തീരുവാണെങ്കിൽ അവളുടെ അഹങ്കാരം തീരും. അതിനു വേണ്ടിയിട്ടാ. അത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രുതി ഒരു നിമിഷം മനസ്സിലാലോചിച്ചു. അങ്ങനെ എങ്ങാനും സംഭവിക്കുകയാണ് താൻ രക്ഷപ്പെട്ടു. സച്ചി ആ വീട്ടിൽ നിന്ന് തന്നെ ഇല്ലാതെ പോവുകയാണെങ്കിൽ തന്റെ കാര്യം ശരിയാവും. സച്ചിയും കൂടെ ചേർന്നിട്ടാണ് എല്ലാത്തിനും പാര പണിത് വെച്ചിരിക്കുന്നത്. സച്ചിയെ നേരത്തെ തന്നെ ഓങ്ങി വെച്ചിരിക്കുക. അവനിട്ടൊരു പണി കൊടുക്കാൻ ഒരു അവസരം കാത്തിരിക്കുമായിരുന്നു. പക്ഷെ ആ കാറിന്റെ കീ എങ്ങനെ എടുക്കും? എന്താ ശ്രുതി, നിനക്ക് എന്നെ സഹായിക്കാൻ പാടില്ലെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ആന്റണി, എന്താ കാര്യം? ഞാനിപ്പോ അവിടെയല്ല. അവിടെയല്ലേ? അതെ, ഞാൻ അവിടെയല്ല. ഞാൻ വേറെ വീട്ടിലേക്ക് മാറിയെന്ന് പറഞ്ഞു. ഓ, അപ്പൊ നിന്നെ കൊണ്ട് പറ്റില്ലല്ലേ? സാരമില്ല, ഞാൻ നോക്കാം. ഹേ, നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് മാത്രം നീ ഏറ്റെടുത്താൽ മതി എന്ന് പറഞ്ഞു. ശ്രുതി ആലോചിച്ചു, എന്താ ചെയ്യേണ്ടത്? കാറിന്റെ കീ എടുക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നീട് പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെയാണെങ്കിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് മീരയോട് ഇന്ന് കാര്യം പറയണം. മീര, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് കേട്ടപ്പോ മീര പറഞ്ഞു, ശ്രുതി നിനക്ക് വേറെ പണിയില്ലേ? എങ്ങാനും പണി വാളിപ്പോയിട്ടുണ്ട് അറിയാലോ. കൊലക്കൂട്ടത്തിന് അകത്താകുന്ന കാര്യമാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അത് ശരിയല്ല. നീ ഒരു കാര്യം ചെയ്യാം, അവന്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കണം. അവന്റെ കാറിന്റെ കീ എടുക്കണമെങ്കിൽ എന്താ ഒരു പോംവഴി? അപ്പോഴേക്കും മീര പറഞ്ഞു, അതെങ്ങനെയാ? നീ ഇവിടെയല്ലേന്ന് ചോദിച്ചു. അതെ, ഞാനിവിടെയാ. അല്ല, നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചു. എങ്ങനെ? നീ ഒരു കാര്യം ചെയ്യ, ആ വീട്ടിലേക്ക് ചെല്ല്. വീട്ടിലേക്ക് ചെല്ലാനോ? എന്റെ ശ്രുതി, ഞാൻ വീട്ടിൽ ചെന്നിട്ട് ആ കാറിന്റെ കീ എടുത്തോണ്ട് വന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോന്ന് ചോദിച്ചു. പ്രയോജനമൊക്കെ ഉണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു. അങ്ങനെ മീരയെ പറഞ്ഞു വിടുവാണ്. പക്ഷെ മീരയ്ക്കറിയില്ലല്ലോ കാറിന്റെ കീ എവിടെ എന്താന്നൊക്കെ. ശ്രുതി കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. എങ്ങനെയെങ്കിലും അത് അടിച്ചു മാറ്റണം. അടിച്ചു മാറ്റി ആന്റണിയുടെ കൈ കൊടുക്കണമെന്ന്. ഒടുവില് മീര അങ്ങനെ ആ തന്ത്രമായിട്ട് അവിടേക്ക് ചെല്ലുവാണ്. പക്ഷെ തന്ത്രം പണി വാളിപ്പോയി. കാരണം ആന്റണിക്ക് ആ കാറിന്റെ കീ കിട്ടുവാണെങ്കിൽ രാത്രിയാണെങ്കിലും വന്ന് കാറിന്റെ ബ്രേക്ക് അടിച്ചിടണം. അങ്ങനെ സച്ചി അപായപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളായിരുന്നു. ബ്രേക്ക് അടിച്ചു വിടുവാണെങ്കിൽ പ്രശ്നമില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേങ്കിൽ മീരയ്ക്ക് ആ കീ അടിച്ചു മാറ്റാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. മീരയുടെ ആ പണി പാളിപ്പോവാണ്. പിന്നീട് ശ്രുതി കാത്തിരുന്നു, ഏതെങ്കിലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ അങ്ങനെ തനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു സഹായമാവും ആന്റണിക്ക്. അത് മാത്രമല്ല, സച്ചിയുടെ കാര്യം തീർന്നു കിട്ടുമെന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിൽ. അങ്ങനെ ഒടുവിൽ ആന്റണിയുടെ കയ്യിൽ ആ കാറിന്റെ കീ കിട്ടുവാണ്. അങ്ങനെ ആന്റണി കാറിന്റെ ബ്രേക്ക് അടിച്ചു വിട്ടു. പക്ഷെ സച്ചിനെ അപകടപ്പെടുത്താൻ ചെയ്ത കാര്യമാണ്. പക്ഷേ എങ്കിലും സച്ചി അത്ഭുതകരമായിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്നൊക്കെയുണ്ട്. ആന്റണിയുടെ
പണി പാളിപ്പോവാ. പക്ഷെ ഒരു കാര്യം പുറത്തു വരുവാണ്. ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സച്ചിക്ക് സംശയമാവുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. സച്ചി വെറുതെ ഇരിക്കുവോ? അവസാനം കണ്ടെത്തുന്നുണ്ട് അതിന്റെ സത്യങ്ങളൊക്കെ. അതിന്റെ കഥകളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.